അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം രേണുസുതി ഞാൻ വിചാരിച്ച് പുള്ളിക്കാരി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒന്നും കൊടുത്തു കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരി ഒന്ന് രണ്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് കണ്ടത്. മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കരുതിയത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവര് ഒന്ന് രണ്ട് ഇന്റർവ്യൂ ചെറിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ, വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ റോമയിലാണ്, ഞാൻ നോർമലല്ല, ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ വീട്ടിൽ പോയത്. എന്നിട്ട് ടാക്സിയും വിളിച്ചാണല്ലോ വീട്ടിൽ പോയത്. ഇവരെ പിക്ക് ചെയ്യാൻ പോലും ആരും വന്നില്ല. അപ്പൊ ഞാൻ കരുതിയത് ഇവര് ഇപ്പോഴും ഓക്കെ അല്ല, അതുകൊണ്ട് ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം നോക്കിയപ്പം താൻ്റെ രേണുസുതിയുടെ ഇന്റർവ്യൂ കിടക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇല്ല, അന്യൻ സിനിമ ഉണ്ടല്ലോ, അന്യൻ സിനിമയിലെ വിക്രത്തിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു 3-4 ക്യാരക്ടർ ചേഞ്ചിങ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് ഇവിടെ എനിക്ക് ചേഞ്ച് ചെയ്തത്. പുറത്തെത്തുമ്പം വേറൊരാള്, ബിഗ് ബോസിനകത്ത് പോയപ്പം വേറൊരാള്. ഈ അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് ബിഗ് ബോസിനകത്ത് ഇവരാണ് ഒറിജിനല്. ഓക്കെ, അത് ശരി, എന്തോ ആയിക്കോട്ടെ. ബിഗ് ബോസിനകത്ത് അവരായിരിക്കാം ചിലപ്പം ഒറിജിനല്, അവരെ കൊണ്ട് പറ്റാത്തൊരു ഷോ ആയിരിക്കാം. ബിഗ് ബോസ് എന്നൊരു ഷോയ്ക്ക് പറ്റിയൊരു ഒരു മെറ്റീരിയൽ അല്ല ഇവരെന്ന് തെളിയിച്ചതാണ്, അവർ എന്നെ തെളിയിച്ചു. അപ്പൊ ആ ഷോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇത്രയും കാട്ടിക്കൂട്ടലും ഇത്രയും വെളിയിൽ കിടന്നിട്ട് ഇത്രയും പരാക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതും. അതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് സഹായിച്ചവരെ പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഈ ഒരു ഷോയിലേക്ക് പോകാൻ വേണ്ടി തന്നെ ആണല്ലോ. അതാരും മറക്കരുത്. അപ്പൊ എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇവർക്കെതിരെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് താഴെ വന്നിരുന്നിട്ട് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അവരവരുടെ ഇഷ്ടങ്ങൾ. അപ്പം എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവര് എന്തോ ആടി ഇവര് ഉളുപ്പുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുമല്ലോ, ആ രീതിയിലാണ്. ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ആകെ ആരോടും മിണ്ടാതെ അവിടെ ഒരു ടാസ്കും ചെയ്യാതെ ഒന്നും കാഴ്ചവെക്കാതെ നിന്നിട്ട് വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഭയങ്കര വീരവാദം മുഴക്കുവാണ്. എന്തോ ഡ്രോമയാണ്, അതാണ് ഇതാണൊക്കെ പറഞ്ഞ വ്യക്തി ഇപ്പം ബിഗ് ബോസിന് വെളിയിൽ വന്നിട്ട് ആ ഡ്രോമയില്ല, ഒരു കുന്തമില്ല എന്നാണ് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് തോന്നി. എന്നാലും ഇന്റർവ്യൂവിൽ കുറച്ച് 2-4 ഭാഗം ഞാൻ കാണിക്കാം. ഫുള്ള് കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, കാരണം ഇവര് ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. ആ തെറ്റ് ഇവര് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അന്നേ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യൂ. ആ തെറ്റ് ഇവര് വെളിയിൽ കാണിച്ചു കൂട്ടി ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാം തള്ളിപ്പറഞ്ഞ് അവരെ എല്ലാം സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അപമാനപ്പെടുത്തിയിട്ടാണ് ഇവർ ബിഗ് ബോസിലോട്ട് പോയത്. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ആൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ബിഗ് ബോസിൽ ചെന്നിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ലാതെ, അവിടെ ഒരു കൊണ്ടൊന്നും കൊടുക്കാനില്ലാതെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് അവര് നല്ല പിള്ളയാന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവർ പറഞ്ഞ തെറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്ത് ഓക്കെ, പിന്നെ അവരെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യത്തില്ല. അവർ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ അവരെ വെളിയിൽ നടക്കുന്ന കോലത്തരങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യും. ഞാൻ ചെയ്യാൻ തോന്നും. ഇപ്പൊ അവിടെ ടാസ്കുകളുണ്ട്, ഒരു ജോലികളുണ്ട്, വീട്ടു ജോലികളായി, കുക്ക് ചെയ്യേണ്ടി ജോലി ചെയ്യാനൊക്കെ ഉള്ള എനിക്ക് ജോലി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചെയ്യാൻ തൂത്തുവരും, പാത്രം കഴുകും, അത് പക്ഷെ കറികളൊന്നും അധികം ഒന്നും വെക്കാനൊന്നും നല്ല രീതിയിൽ അറിയില്ല. ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നല്ലാതെ ഇറച്ചിയോ മീനോ ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ഉള്ള കാര്യം പറയല്ലോ ഉണ്ടാക്കി പരീക്ഷ. പക്ഷെ ബാക്കി ഇപ്പം എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പൊ പാത്രം കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിക്കണം, ഒരു വിഷയമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അരിഞ്ഞു കൊടുക്കാൻ അറിയാം, ഒക്കെ അറിയാം. കാരണം നമ്മൾ കറി വെച്ചിട്ട് ആരും കഴിച്ചിട്ട് എന്തോ ചെയ്യും, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ ഇതുവരെയായിട്ടും വലിയ കൈപ്പുണ്യമില്ല, എനിക്ക് കറിയൊന്നും വെച്ചുള്ള കൈപ്പുണ്യമില്ല. ദോശയൊക്കെ ഉണ്ടാക്കാൻ. നാണമുണ്ടോ നിങ്ങൾക്ക്? 35-34 വയസ്സില്ലേ, ഇപ്പോഴും കുക്ക് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയാൻ നാണമുണ്ടോ? നിങ്ങളൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ഒരാളാണെങ്കിൽ പറയാം, ഞാൻ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഒരു ഡെയിലി ഒരു 3-4 ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുക്കിംഗ് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയായിട്ടുള്ള നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണോ ഇല്ല? ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് കറി വെക്കാൻ അറിയത്തില്ല, എനിക്ക് മീൻ കറി വെക്കാൻ അറിയത്തില്ല, എനിക്ക് ഇറച്ചിക്കറി വെക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറയാൻ നാണമില്ലേ?
ഇത്രയും നാളും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? അമ്മയാണോ വെച്ച് തന്നുകൊണ്ടിരുന്നത്? നിങ്ങൾ വാടക വീട്ടിൽ കഴിഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്? ഇതാണ് അന്ന് ഇന്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഇവര് വീട്ടിൽ നിന്നല്ല കഴിക്കുന്നതെന്ന്, ഇവർ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പുറത്തുനിന്ന് മേടിച്ച് കൊടുത്ത് സത്യം പറഞ്ഞാൽ ഇവരെ ശീലിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഇവർ മേലനങ്ങി പണിയെടുക്കാഞ്ഞത്. ബിഗ് ബോസ് ചെന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇവർക്ക് സത്യം പറഞ്ഞാൽ മടിയാണ്, മടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ ചെന്നിട്ട് അവിടെ എല്ലാ ഒരു കട്ടിലിനകത്ത് കയറി അങ്ങോട്ട് കിടക്കും, വെട്ടിയിട്ട വാഴ പോലെ കിടക്കും, രാവിലെ തൊട്ട് വൈകിട്ട് പോലെ അവിടെ അല്ലെങ്കിൽ വെളിയിൽ വന്ന് ആ ഒരു സോഫ ഉണ്ടല്ലോ അതിനകത്ത് കിടക്കും. അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല ഇവർക്ക്. എങ്ങനെ പറയാൻ തോന്നുന്നു കറി വെക്കാൻ? ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വലിയ എന്തോ കാര്യമാണോ? ഒരു കറി വെക്കാൻ പഠിക്കാവുന്ന കാര്യം യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളെ മക്കൾക്ക് ഇപ്പം ഋതപ്പനായിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ്മാ അല്ല, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ നിൽക്കാൻ കംഫർട്ടല്ല, കൊല്ലത്താ കംഫർട്ടാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടിണിയും പരിവട്ടവും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും കിച്ചു പറഞ്ഞത് ഞാൻ അവിടെ നിൽക്കാൻ ഒട്ടും കംഫർട്ടല്ല, അവിടെ തിന്നാനൊന്നും കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇവര് മക്കളുണ്ടല്ലോ, ഇപ്പൊ ഋതപ്പനായാലും അവർക്കാലും ആഗ്രഹം കാണത്തില്ലേ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കറി കൂട്ടി നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ ആഗ്രഹം കാണത്തില്ലേ? നാളെ ഇവർ ഈ അമ്മയും അച്ഛനും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വരും കാലങ്ങളിൽ ഇവർ എങ്ങനെ ജീവിക്കും? കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമോ? അങ്ങനെ കഴിച്ചാലും എത്ര വർഷം കഴിക്കും അല്ലേ? എന്തായാലും അടുത്തേം കൂടെ കേൾക്കാം. നമ്മൾ ഈ എലിമിനേഷൻ താണ്ടി പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് പ്രേക്ഷകരുടെ വോട്ടാണ്. ചേച്ചിക്ക് അങ്ങനെ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്. ഞാൻ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ശബ്ദമായിട്ടുള്ള ആ വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവരൊക്കെ പറയുന്നത് ചേച്ചി ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് വരും, ചേച്ചി ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത്, ചേച്ചി മുന്നോട്ടോ, ഞങ്ങൾ ഒരു സിംഗിൾ പേരന്റ് ആണ്, ഞങ്ങളുണ്ട് ചേച്ചിയോടൊപ്പം. ആ പറഞ്ഞ വാക്കിൽ എനിക്ക് വിശ്വാസമാണെങ്കിൽ ജനങ്ങൾ ഞാൻ എന്താണോ നിങ്ങളത് ഈ പുറമേ നിന്ന് കാണുന്ന ഈ ഓരോ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് കണ്ട് ഉള്ളവരാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഞാൻ ആരാണോ എന്താണെന്ന് അവിടെ കാണാമല്ലോ, 24 hours കാണാമല്ലോ. അത് കണ്ടിട്ട് സ്വാഭാവികം നല്ല മനുഷ്യരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എന്നെ മനസ്സിലാക്കുന്നവരുടെ വോട്ട് എന്തായാലും എനിക്ക് കിട്ടും തന്നെ എനിക്ക് ഉറപ്പുണ്ട്. പിന്നെയല്ല, ഒരു ഗെയിം അല്ലേ, അതിൽ തോൽവി കാണാം, പുറമെ ഔട്ടാകാം, ഇന്നാകാം, ഇതൊക്കെ സ്വാഭാവികം. മുന്നോട്ട് വരാം, നമുക്ക് അതൊന്നും പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. എനിക്ക് സമയത്തിനും സന്ദർഭത്തിനും ഒത്ത് നിറം മാറുന്ന ഇതുപോലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ സമയത്തിനൊത്ത് നിറം മാറി സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ബിഗ് ബോസിൽ ചെന്ന് കയറിയ ഉടനെ വിധവാ കാർഡ് എടുത്തുകൊണ്ടാണ് അവിടെ പോയത്. അന്നേരം എല്ലാം വിധവകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. അക്ബറിന്റെ വിഷയമൊക്കെ വന്ന സമയത്ത്, സെപ്റ്റി ടാങ്കിന്റെ വിഷയം വന്ന സമയത്ത്, പിന്നെ അത് കഴിഞ്ഞ് മസ്താനിയുടെ വിഷയം മസ്താനി കയറുന്ന സമയത്ത് പിന്നെ ഞാൻ വിധവയല്ലെന്ന് പറഞ്ഞുള്ളൊരു വേറൊരു സംഭവം എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി, ഞാൻ വിധവയല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം സാഹചര്യങ്ങൾക്കൊത്ത് നിറം മാറുന്ന ഒരു സ്വഭാവമാണ് ഇവരിൽ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ. ഇവര് വിധവകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കിയത്? എന്താണ് ഇവർ ഉണ്ടാക്കിയത് വിധവകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്? ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്. സിംഗിൾ പേരന്റിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? ബിഗ് ബോസിൽ പോയി നിങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? ഞങ്ങൾ കണ്ടയാണല്ലോ ലൈവ് 24/7 അവിടെ പോയി കിടന്ന് നിങ്ങൾ ഉറങ്ങുന്നതും പിന്നെ ഒന്നുമില്ലാതെ അവിടെ ഇവിടെ മാറി കുത്തിയിരിക്കുന്നതും ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ നിങ്ങൾ വിധവകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ബിഗ് ബോസിന് പുറത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ വിധവകളെ റെപ്രസെന്റാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് സമയം നോക്കിയാലും സിംഗിൾ പേരന്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിധവകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ ഒരു 10-20 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, അതാണോ വിധവകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തത്? അതോ അവിടെ എവിടെയും പോയിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്നത്? ഇതാണോ വിധവകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യം? ഇതാണോ വിധവകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. എന്താണ് ഇവർ വിധവകൾക്ക് വേണ്ടിയിട്ട് ഇനി വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വല്ല വിധവകൾക്ക് വേണ്ടിയിട്ട് വല്ല എന്തെങ്കിലും സ്മാരകമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയം നോക്കിയാലും വിധവകൾക്ക് വേണ്ടി എന്തോ ചെയ്തെന്ന് പറഞ്ഞാണ് 24/7 ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല. അടുത്ത് നോക്കാം. വീക്കിലി നമുക്ക് അങ്ങനെയാണ്, വീക്കിലി ഹെയർ വാഷ് ചെയ്യണം, വീക്കിലി ഒരു ദിവസമേ നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇത് വെറുതെ ചെയ്തു വെച്ചാൽ. അപ്പൊ ഇപ്പോഴേ പറയാം, അഥവാ ഞാൻ പോയ ബിരിയാണി കിട്ടിയാലോ അവിടെ ഇവിടെ എന്താ തല നനയ്ക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവാണല്ലോ ഇതിന്. ബിഗ് ബോസിൽ പോകാനൊന്നും അല്ല ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തത്.
റൂമേലെ മാമുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. മാമാണ് എന്റെ മൈക്രോബ്ലേഡ് ചെയ്തത്. അപ്പൊ ഞാൻ പോയത് എക്സ്റ്റൻഷൻ ചെയ്യാനില്ല. മാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇത് ചെയ്യാനില്ല, ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോയപ്പോൾ മാം പറഞ്ഞു നല്ല ഹെൽത്ത് ഉള്ള മുടിയാണ്, സോ നമുക്ക് അപ്പം നീളമുള്ള മുടി ഇഷ്ടമാണോ ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു LW അതായത് ഇൻവിസിബിൾ എക്സ്റ്റൻഷൻ ചെയ്തത്. അല്ലാതെ ബിഗ് ബോസിൽ പോകാനോ എക്സ്റ്റൻഷൻ ചെയ്തതല്ല. പിന്നെ വീക്ക്ലി ഒരു ദിവസം മാത്രമേ തല നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിന്റെ ഒരു ഇത്. ഈ ഒരു അല്ലെങ്കിൽ വെറുതെ അവരത്ര ബുദ്ധിമുട്ടി 5 മണിക്കൂർ എടുത്ത് ചെയ്ത സാധനമാണ്. നല്ല മനോഹരമായിട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണ് നമ്മളെന്നും ഡെയിലി തലക്കെട്ട് ഒഴിച്ച് കളയാൻ പറ്റുമോ? ഇത് ഇപ്പോഴേ അത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. മുടി എക്സ്റ്റൻഷൻ ചെയ്ത കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് മുടി പിടിച്ച് വലിച്ചിട്ട് മുടി ഇളയെന്നൊക്കെ പറ്റിയിട്ട് അവരെ പറ്റിയിട്ടൊക്കെ അതിനെ പറ്റിയിട്ട് സംസാരിച്ചില്ല. നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇതിങ്ങനെ ചെയ്തുകൊണ്ടാണ്, അത് പേൻ കയറി തല ചൊറിഞ്ഞിട്ട് അത് എക്സ്റ്റൻഷൻ ചെയ്തത് ശരിയായില്ല, അത് എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ മുടി എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കുളിക്കാവൂ നനയ്ക്കാവൂന്നൊന്നുമില്ല. അത് ആ റോമയുടെ ആ സ്ത്രീ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് വിട്ടത്. ഡെയിലി കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഒരു കുഴപ്പമില്ല, തല കഴുകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഡെയിലി വാഷ് ചെയ്യണമെന്ന് ഇവർ വ്യക്തമായിട്ട് പറഞ്ഞാണ് അവർ വിട്ടേന്നെല്ലാം പറയുന്നുണ്ട്. ഇത് ചുമ്മാ അവിടെ ചെന്നിട്ട് അവരെ നാണം കെടുത്തുന്ന രീതിയിലാണ് നേരെ തിരിച്ച് സംസാരിച്ചത് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ. ഇപ്പോഴും ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന കള്ളമാണ് പറയുന്നത്. ഇപ്പോഴും പറയുന്നത് എന്താണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടേ കുളിക്കാം. ഇതൊക്കെ അവർ നല്ല രീതിയിൽ പറഞ്ഞു വിട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഡെയിലി വാഷ് ചെയ്യണം, ഡെയിലി കഴുകണം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. പിന്നെ അവരും പറയുന്നുണ്ട് ഈ രേണുസുതിയെ പോലുള്ള ഒരാൾക്ക് പറ്റിയ സാധനമല്ല ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് മുടി കെയർ ചെയ്യുന്നതും അത്രമാത്രം മുടി സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ പണിയാണെന്ന് ഇത് അവരും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് കുറെ ഹേറ്റേഴ്സ് ഉള്ളതല്ലേ? ചേച്ചി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പടിക്കും, അടിക്കരുത്, അടിച്ചാൽ എന്തായിരിക്കും? ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ തോന്നാറില്ല? എനിക്ക് ചിരിയാണ് വരുന്നത്. വന്നാൽ ഞാൻ പോകുന്ന ഉറപ്പാണ്. കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും മുന്നിൽ ആ ഒരു നിമിഷം, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. കപ്പോ 100 ദിവസമല്ല, എന്റെ പേഴ്സണലി പറയട്ടെ, എന്നെ ഈ പറഞ്ഞ് എന്നെ വിടരുതെന്ന് പറഞ്ഞത്, എന്നെ വിളിച്ചാൽ ഞാൻ പോവും. ലാലേട്ടൻ, നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഏട്ടൻ ലാലേട്ടൻ വിളിക്കുന്ന അദ്ദേഹം എന്നെ എന്തായാലും ആ ഒരു ലോഞ്ചിൽ കൈപിടിച്ചല്ലേ കേട്ടുള്ളത്. ആ ഒരു ഒറ്റ നിമിഷമാണ് എല്ലാവർക്കും മറുപടി. അങ്ങനെ വിളിച്ചാൽ അതെന്റെ അഭിമാന നിമിഷമായിരിക്കും. രേണുസുതിയുടെ ലൈഫിലെ എല്ലാവർക്കും ഉള്ള നെഗറ്റീവ് പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ആയിട്ടായിരിക്കും അത്. ആ എപ്പിസോഡ്, ലോഞ്ച് എപ്പിസോഡ് കാണുന്ന ഓരോരുത്തരും രേണുസുതി ഉണ്ടെങ്കിലാണ് കേട്ടോ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഉണ്ടെങ്കിൽ അതെന്റെ അഭിമാന നിമിഷമായിരിക്കും. എല്ലാവർക്കും ഉള്ള ഒരു ഒറ്റ മറുപടി ആയിരിക്കും നെഗറ്റീവ് ഓളികൾക്കുള്ള ഒറ്റ മറുപടി. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ വീരവാദം മുഴക്കുന്നത്. നാണമുണ്ടോ ഇത്? സത്യം പറഞ്ഞാൽ ഇത് എന്ത് നാണമുണ്ടോ ഇവിടെ ഇങ്ങനെ? എന്തൊരു വലിയ വീരവാദം മുഴക്കമെന്ന ഇവരെ വിചാരം. ഒരാളെ ചാൻസാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്, ഒരാളെ ചാൻസും. അത് മാത്രമല്ല, ഇതിനകത്ത് പോകാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പോകാൻ റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് എന്തൊക്കെ കോലത്തരങ്ങളാണ് കാണിച്ചു കൂട്ടി നമ്മളെല്ലാം കണ്ടതാണ്. വീഡിയോ വെച്ച് കൊടുത്ത ആൾക്കാരെ വരെ പഴിയാരിയിട്ട് അവസാനം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം അവർക്ക് തുറന്നു കിട്ടിയ സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം ബിഗ് ബോസിന് പറ്റിയൊരു ഒരു BB മെറ്റീരിയൽ അല്ല ഇവർ. എന്നിട്ടും അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം അത് കിട്ടിയിട്ടുണ്ടല്ലോ. അത് ഇവർക്കത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവർക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേറൊരാൾക്ക് ഇവരെന്തിനങ്ങോട്ട് പോയി? വേറൊരാളെ ചാൻസും കൂടാണ് ഇവർ നശിപ്പിച്ചത്. ഇവർക്കിപ്പം ഭയങ്കര അഭിമാനത്തോടെ പറയാം, എന്നെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ്റെ കൈ പിടിച്ച് അല്ലെ ലാലേട്ടൻ വെൽക്കം ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. അത് മതി എന്ന് പറയുന്ന ഇവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ആ 30 ദിവസം നിന്നതിൻ്റെ പൈസ പോലും ആ ഒരു ടീം ഇവർക്ക് വെറുതെയാണ് കൊടുത്തത്. അത് മനസ്സിലാക്കുക. അപ്പം ആ 30 ദിവസം നിന്ന പൈസ, അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പൈസ വേസ്റ്റിങ്, അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഇത്രയും പൈസകൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് ഇവർ അവിടെ എന്ത് കൊടുത്തു ഈ ബിഗ് ബോസ് ടീമിനും ഈ ബിഗ് ബോസ് എന്നൊരു ഷോയ്ക്കും? പിന്നെ ഇവരെ ഇഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇവർ എന്താണ് ആ ഷോയിൽ നിന്ന് കൊടുത്തത്? ഒരു കോണ്ടന്റെങ്കിലും ഇവർ കൊടുത്തോ ഒരു ദിവസമെങ്കിലും? ഇല്ല. നേരെ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിമാനത്തോടെ അങ്ങ് പറയുവാണ്, ഒരു ദിവസമെങ്കിലും എനിക്ക് ആ ഷോയിൽ പോകാൻ പറ്റിയതാണ്. അഭിമാനത്തോടെ സംസാരിക്കുക. അവിടെ നിന്ന് ഔട്ടായിട്ടാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അഭിമാനത്തോടെ പറയാം. ഇത്
ഇത് കിട്ടി സ്വന്തമായിട്ട് അവിടെ നിന്ന് നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വാക്കൗട്ട് ചെയ്ത് ഇറങ്ങി വന്നൊരാൾക്ക് എങ്ങനെ വന്നിരുന്നിട്ട് അഭിമാനത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നു? എത്രയോ ആൾക്കാർ ആ ഒരു ഷോയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ ചാൻസ് കൊണ്ടാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. പോരാത്തതിന് ബിഗ് ബോസ് ടീമിന്റെ അവർ എന്തോരം എന്തോരം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെന്നറിയാം ഇങ്ങനൊരു ഷോ അവർ ഇത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനൊരു ഷോ അവർ കൊണ്ടുപോകുന്നത്. അപ്പം അതിലേക്ക് അവരൊരു കോണ്ടസ്റ്റന്റിനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പോയി സെലക്ട് ചെയ്തതാണ് ഇവർ, ഏഷ്യനെറ്റ് ടീം, ബിഗ് ബോസ് ടീം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ചുമ്മാ വെറുതെ 30-35 ദിവസം നിന്ന പൈസയും തന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ, സത്യം പറഞ്ഞാൽ ഇതും വേറൊരു രീതിയിൽ പറഞ്ഞാൽ നന്ദിയേടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്നിട്ട് വെളിയിൽ വന്നിരുന്നിട്ട് ഇന്റർവ്യൂയുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ തള്ളിമറിക്കുന്ന ഭയങ്കര സംഭവമായിട്ടാണ് കരുതി വെച്ചേക്കുവാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇത്രേ പറയാനുള്ളൂ. കാരണം ഇവരെ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ഇടുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തേരെ.